ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ജാക്ക് ആൻഡ് ജോക്കർ എന്ന സീരീസിൻ്റെ 8ാമത്തെ എപ്പിസോഡാണ്. കഴിഞ്ഞ എപ്പിസോഡ് എൻ്റെ നമ്മുടെ ജാക്കും ജോക്കറും തമ്മിൽ പ്രശ്നം ഉണ്ടായിട്ട് നമ്മുടെ ജോക്കർ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ മുത്തശ്ശിയുള്ള ഹോസ്പിറ്റലിൽ വന്ന് നിൽക്കുന്നതും കാണിച്ചുകൊണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു എപ്പിസോഡ് സ്റ്റാർട്ടിങ് കാണിക്കുന്നത് ജോക്കർ മുത്തശ്ശി ഉള്ള റൂമിൽ സോഫയിലായിരുന്നു കിടന്നുറങ്ങിയത്. അപ്പോൾ എന്തോ സൗണ്ട് ഇട്ടിട്ട് ഇവ രാത്രി എഴുന്നേറ്റ് നോക്കാണ്. നോക്കിയപ്പോൾ ഇരുട്ടത്ത് ഒരു രൂപ ഇരിക്കുന്ന കണ്ടിട്ട് ഇവൻ കീറി വിളിക്കുന്നുണ്ട്. ആ സമയത്ത് മുത്തശ്ശി മരുന്ന് കുടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ആ സമയം മുത്തശ്ശിയാണെങ്കിൽ ഇവൻ പേടിച്ച് കണ്ടിട്ട് എടാ ഇത് ഞാനാടാന്ന് പറയുവാണ്. അപ്പോഴാണ് ഇവന് കുറച്ചെങ്കിലും ഒന്ന് ആശ്വാസമാവുന്നത്. അങ്ങനെ ലൈറ്റ് ഇട്ട് നോക്കുമ്പോൾ മുത്തശ്ശിയാണെങ്കിൽ അത് പിന്നെ സാധാരണ ഡോക്ടർ തരുന്ന മരുന്നിൻ്റെ കൂടെ ഞാൻ ഈ മരുന്നും കൂടി ഇപ്പോൾ കഴിക്കുന്നുണ്ട്, എന്നാൽ മാത്രമേ എനിക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ പോകാൻ പറ്റുള്ളൂ, എനിക്കിവിടെ ആശുപത്രി കിടന്ന് മടുത്തു എന്ന് പറയുന്നുണ്ട്. ആ സമയം ഇത് കേട്ടിട്ട് ജോക്കർ എങ്കിൽ പിന്നെ നമുക്ക് സർജറിയുടെ സമയം വരെ വീട്ടിൽ പോയി നിന്നാലും ചോദിക്കുകയാണ്. അതായിട്ട് മുത്തശ്ശി നല്ല ഹാപ്പി ആകുന്നുണ്ട്. അങ്ങനെ ജോക്കർ നേരെയാണെങ്കിൽ റിസപ്ഷൻ ആ ഒരു ഭാഗത്തേക്ക് പോയിട്ട് അവിടെ ഒരു നേഴ്സിൻ്റെ അടുത്ത് ഇതുപോലെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം നേഴ്സ് കൊണ്ടുപോകാതിരിക്കുന്നതാണ് നല്ലത്, ഹാർട്ടിൻ്റെ പ്രോബ്ലം അല്ലേ, എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ സമയത്തിന് ഹോസ്പിറ്റലിൽ എത്താൻ കൂടി പറ്റത്തില്ല, പിന്നെ ഇവിടെ നിൽക്കുന്നതാണ് നല്ലത്, കാരണം ഡോക്ടറിൻ്റെ ഷെഡ്യൂൾ ഓൾറെഡി ഫുള്ളാണ്, അപ്പോൾ നിങ്ങളിവിടെ ഉണ്ടെങ്കിൽ നന്നായിരിക്കും, നിങ്ങൾ പോവാതിരിക്കുന്നതാണ് നല്ലതെന്ന് പറയുന്നുണ്ട്. ആ സമയം ഓക്കെ എന്ന് പറയാണ്. കറക്റ്റ് അവൻ നിൽക്കുന്നത് ശ്രദ്ധിക്കാതെ മറ്റൊരു നേഴ്സ് വന്നിട്ട് ഈ നേഴ്സിൻ്റെ അടുത്ത് നീ ഒരു കാര്യം അറിഞ്ഞോ, നമ്മുടെ ഡോക്ടറിന് മറ്റൊരു മോനുണ്ടെന്ന്, ആ മോൻ ഇന്നിവിടെ വന്നിട്ട് ഡോക്ടറിനോട് സംസാരിച്ച് പോലും എന്തോ ഒരു പേര് പറഞ്ഞാൽ മറന്നു എന്ന് പറയാണ്. ഇവർ ഉദ്ദേശിക്കുന്ന മറ്റൊന്നുമല്ല, നമ്മുടെ ജോക്കറാണെങ്കിൽ അവൻ്റെ അച്ഛൻ ഈ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തതുകൊണ്ട് തന്നെ മുത്തശ്ശിയുടെ ചികിത്സാകാര്യം നോക്കാനായിട്ട് അവൻ്റെ അച്ഛൻ്റെ അടുത്ത് ഹെൽപ്പ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷേ നമ്മുടെ ജോക്കർ ജയിലിൽ പോയതിനു ശേഷം അച്ഛനാണെങ്കിൽ അവനോടൊരു കണക്ഷനൊന്നും വയ്ക്കാതെ തന്നെ ഇരുന്നതുകൊണ്ട് തന്നെ ആർക്കും തന്നെ ഈ ഒരു ഡോക്ടറിന് മറ്റൊരു മകനുള്ളവരെ അറിയത്തില്ലായിരുന്നു. അങ്ങനെ ഇപ്പോൾ ഇതെല്ലാം ഇവർ അറിഞ്ഞിട്ടാണ് വന്ന് പറയുന്നത്. ആ സമയം തൊട്ടടുത്തിരിക്കുന്ന ജോക്കർ ആ മോൻ ഞാൻ തന്നെയാണെന്ന് പറയുന്നുണ്ട്. ആ സമയം ഇവരുടെയും ജസ്റ്റ് അയ്യോ ആളുടെ മുന്നിൽ വെച്ചാണല്ലോ പറഞ്ഞെന്നുള്ള രീതിയിൽ നോക്കുവാണ് അവനെ. അതിനുശേഷം കണ്ടിരുന്ന ജാക്കാണ്. ജാക്കിനാണെങ്കിൽ നമ്മുടെ ജോക്കർ വഴക്കിട്ട് പോയതുകൊണ്ട് തന്നെ എവിടെ പോയെന്ന് നല്ല ടെൻഷനുണ്ട്. അതുകൊണ്ട് തന്നെ പതുക്കെ മുത്തശ്ശിയുടെ വിവരം അന്വേഷിക്കാൻ വിളിക്കുന്ന പോലെ ഹോസ്പിറ്റലിലേക്ക് വിളിച്ചിട്ട് പേഷ്യൻറ്റിൻ്റെ കാര്യമൊക്കെ ചോദിക്കുന്നത്, മുത്തശ്ശിയുടെ കാര്യം ഇങ്ങനെ ആ പേഷ്യൻ്റ് അവിടെ ഉണ്ടോ, ആ പേഷ്യൻ്റെ റിലേറ്റീവ് അവിടെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നമ്മുടെ ജോക്കർ അവിടെ ഉണ്ടോ എന്ന് അറിയാൻ ഉറപ്പിക്കാനാണ്. അപ്പോൾ അവിടെ ഉണ്ടെന്ന് പറയാണ്. അങ്ങനെ അത് പറയും കോൾ കിട്ടിയപ്പോഴാണ് നമ്മുടെ ജാക്കിന് ജോക്കർ അവിടെ തന്നെ ഉണ്ടല്ലോ എന്ന് ഓർത്ത് സമാധാനമാവുന്നത്. അതിനുശേഷം കാണിക്കുന്നത് അടുത്ത ദിവസം നമ്മുടെ ജാക്ക് റോസിൻ്റെ കൂടെയായിട്ട് ലോംബ്രാൻ എന്ന് പറഞ്ഞൊരു പയ്യനെ കാണാൻ പോകുന്നതാണ്. ഈ പയ്യനെ മറ്റൊരു എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ ബോസും മറ്റ് ബിസിനസ് ആൾക്കാരും കൂടെ കൂടിയ ദിവസം റോസിനെ കല്യാണം കഴിക്കണം ഇഷ്ടമാണെന്നുള്ള രീതിയിലൊരു പയ്യൻ നിൽപ്പുണ്ടായിരുന്നല്ലോ, അവനാണ് ലോംബ്രാൻ. ഇപ്പോൾ റോസ് അവനെ കാണാൻ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ക്ഷേത്രത്തിൻ്റെ അധികാരിയായിട്ടുള്ള ലേഡി വിളിച്ചിട്ട് നീ ലോംബ്രാനാണോ കാണാൻ പോകുന്നത്, സൂക്ഷിച്ചൊക്കെ പോകുന്നത്, അവൻ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല, അവൻ എന്തൊക്കെയോ കുഴപ്പം പോലെ ഉണ്ട്, അവൻ്റെ സ്വഭാവം തീരെ ശരിയല്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം റോസ് കുഴപ്പമില്ല എൻ്റെ കൂടെ ജാക്ക് ഉണ്ടെന്നൊക്കെ പറയാണ്. അങ്ങനെ കോൾ കിട്ടിയുന്നുണ്ട്. ഇതേ സമയം ആ ലേഡിയാണെങ്കിൽ നമ്മൾ റോസിന് വേണ്ടിയിട്ട് അവളുടെ കുറച്ച് വർക്കും സംഭവങ്ങളെല്ലാം ഏറ്റെടുത്ത് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ അതിനുശേഷം റോസിനെ കാണിക്കുമ്പോൾ അവരിപ്പോൾ ലോംബ്രാൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ജാക്കും റോസും ഒരുമിച്ച് വീടിൻ്റെ അകത്തേക്ക് കയറിയപ്പോൾ നോക്കുന്ന ടൈമിന് നമ്മുടെ ലോംബ്രാൻ്റെ സെർവൻസ് ആയിട്ടുള്ള ലേഡീസ് ഇവരെല്ലാവരും പ്രത്യേക തരത്തിലുള്ള ഡ്രസ്സൊക്കെ ഇട്ട്, അതായത് ഹീൽസ് അങ്ങനെ മോഡേൺ ഡ്രസ്സ് അതൊക്കെ ഇട്ടിട്ടാണ് ഇപ്പോൾ ഉണ്ടായിരുന്നത്. നമ്മുടെ ലോംബ്രാനും അങ്ങനത്തെ ഒരു കോസ്റ്റ്യൂം ഇട്ടാണ് നിന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ റോസ് ശ്രദ്ധിക്കുന്നുണ്ട്. ലോംബ്രാനാണെങ്കിൽ ഇതെൻ്റെ റൂളാണ്, ഡെയിലി ഞങ്ങൾ ഓരോരോ കോസ്റ്റ്യൂംസ് ഇട്ടും ആ കോസ്റ്റ്യൂംസിൽ ആ ഒരു ദിവസം മൊത്തം നിൽക്കാൻ പറ്റാത്ത ആൾ ജോലിയിൽ നിന്ന് പുറത്താവും. ഇതിപ്പോൾ എനിക്കും ഈ ഒരു കോസ്റ്റ്യൂം ഇട്ടിട്ട് നിൽക്കാൻ പറ്റത്തില്ലെങ്കിൽ ഞാനും എന്നെ ഔട്ടാക്കാൻ പറ്റത്തില്ല, കാരണം ഈ വീടിൻ്റെ അധികാരി ഞാനാണ്. സോ ഇവിടെ എൻ്റെ സെർവൻസ് ആയിട്ടുള്ള ആൾക്കാരിൽ ആരെങ്കിലുമൊക്കെ ഈ ഒരു കോസ്റ്റ്യൂം ഇട്ടിട്ട് ആ ദിവസം നിൽക്കാൻ പറ്റില്ലെങ്കിൽ ഔട്ടായി പോകുന്നതാണ്. ഇവർക്ക് എല്ലാവർക്കും ജോലിക്ക് കയറുന്നതിന് മുമ്പ് ഈ റൂൾസ് അറിയാമെന്നൊക്കെ പറയുന്നുണ്ട്. അതേസമയം നമ്മുടെ ജാക്ക് റോസിനോട് ഇരിക്കുന്ന കണ്ടിട്ട് ഇവൻ്റെ ഡ്രൈവറല്ലേ, അവനെ പുറത്തേക്ക് വിടും, നമുക്ക് സംസാരിക്കാമെന്ന് പറയുന്നുണ്ട് ലോംബ്രാൻ. ആ സമയം റോസ് ഇല്ല പറ്റത്തില്ല, നിനക്ക് ഇവിടെ ഈ ഡ്രസ്സിൻ്റെ കാര്യത്തിലുള്ള റൂൾസ് ഉള്ള പോലെ ഇവനും എൻ്റെ കൂടെ ഇരിക്കുന്നുള്ള റൂള് എനിക്കുണ്ട്, ജാക്ക് എൻ്റെ അവിടെ തന്നെ ഇരിക്കും എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ലോംബ്രാൻ എങ്കിൽ ഓക്കെ ശരി, ഞാനിപ്പോൾ ഇതിനോട് വിളിച്ചത് നമ്മുടെ കല്യാണത്തിൻ്റെ കാര്യം പറയാനാണെന്ന് പറയുന്നുണ്ട്. ആ സമയം റോസ് ആദ്യം ഷോക്കാവുകയാണ്. അതിനുശേഷം ലോംബ്രാൻ്റെ അടുത്ത് അതെന്തായാലും നീ ആ കാര്യം പറഞ്ഞു തുടങ്ങി നന്നായി, ഞാനും പറയാനായിട്ട് ഇരിക്കുമായിരുന്നു, എനിക്ക് കല്യാണത്തിന് സമ്മതമല്ല, എനിക്ക് നിന്നെ ഇഷ്ടമല്ല എന്ന് പറയാണ്. ആ സമയം ലോംബ്രാൻ എന്താ നിനക്ക് ഇഷ്ടമല്ലാത്ത, നീ ഇപ്പോൾ ഇഷ്ടമല്ലെന്ന് പറഞ്ഞാലും ഈ ഒരു കല്യാണത്തിൽ നിന്ന് നിനക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റും തോന്നുന്നുണ്ടോ, അങ്ങനെ ഒഴിഞ്ഞു മാറുവാണെങ്കിൽ നിൻ്റെ അച്ഛനെ നമ്മുടെ ആ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കണം എന്ന് പറയാണ്. ആ സമയം അത് നമ്മുടെ റോസിന് എന്ത് പറ്റുന്ന സംഭവമായിരുന്നില്ല, കാരണം ഈ ബിസിനസ് മാൻസ് എല്ലാവരും ഒരുമിച്ചുള്ള ഗ്രൂപ്പാണത്. അപ്പോൾ അധികം റോസിൻ്റെ അച്ഛൻ പുറത്തേക്ക് കഴിഞ്ഞാൽ ഇവർക്ക് പൈസയ്ക്ക് നഷ്ടം ഉണ്ടാകുന്ന എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നടക്കുന്ന കാര്യമല്ല, അത് അറിയാമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് ലോംബ്രാൻ ആ ഒരു വിഷയം എടുത്തിട്ടതും. അങ്ങനെ ലോംബ്രാൻ ശരി അത് പറ്റത്തില്ലെങ്കിൽ നമുക്ക് മറ്റൊരു കാര്യം ചെയ്യാം, കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ബോസും കുറേ ബിസിനസ് മാൻസും കളിച്ചൊരു കളി ഉണ്ടായിരുന്നല്ലോ, ആ കളി ഇപ്പോൾ ഇവർക്ക് കളിക്കാമെന്ന് പറയുന്നുണ്ട്.
റോസ് ഫസ്റ്റ് അതൊന്നും പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട്. എന്നാലും ലാസ്റ്റ് സമ്മതിക്കേണ്ട അവസ്ഥ വരുവാണ്. ആ സമയം ലോമറനാണെങ്കിൽ ഓക്കെ ഈ കളിയിൽ ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ ഒന്നാമത് ഞാൻ നിന്നെ കല്യാണം കഴിക്കും, രണ്ടാമത് ജാക്ക് ഒരു ദിവസം ഫുള്ള് എൻ്റെ അടിമയായിട്ടിരിക്കും, മൂന്നാമത് ഈ ഒരു കളി ജാക്ക് എൻ്റെ കൂടെ കളിക്കണമെന്ന് പറയുന്നുണ്ട്. ആ സമയം റോസ് നിൻ്റെ പൊട്ടക്കളി കളിക്കാനൊന്നും ജാക്കിനെ കിട്ടത്തില്ല, അത് നടക്കത്തില്ല എന്ന് പറയാണ്. ആ സമയം അവൻ എങ്കിൽ ശരി നിൻ്റെ അച്ഛനെ ആ ഗ്രൂപ്പിന് പുറത്താക്കാമെന്ന് പറയാണ്. ആ സമയം പെട്ടെന്ന് ജാക്ക് കുഴപ്പമില്ല ഞാൻ കളിച്ചോളാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ റോസിന് വേണ്ടിയിട്ട് സംസാരിക്കുന്നുണ്ട്. അതേസമയം റോസാണെങ്കിൽ ജാക്കിന് ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല എന്നുള്ള രീതി ഇരുന്നിട്ട് അവളും പറയാണ് ഇനി അഥവാ ഈ കളിയിൽ ഞാനാണ് ജയിക്കുന്നതെങ്കിൽ ഒന്നാമത് നീ എന്നെ ഒറ്റയ്ക്ക് വേണം, എന്നെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് വരരുത്, രണ്ടാമത് നീ എന്നെ കാണുന്ന പോലെ തന്നെ ജാക്കിനെയും കാണണം, അവന് താഴെ സംസാരിക്കാതെ അവനെയും ഈക്വലായിട്ട് റെസ്പെക്റ്റ് ചെയ്യണം, മൂന്നാമത് ജാക്കിന് എന്താണോ വേണ്ടത് അത് അവൻ ചോദിക്കുന്നത് നീ അവന് കൊടുക്കണം. ഇതൊക്കെ കേട്ടിട്ട് ലോംബ്രാൻ സമ്മതിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ജോക്കറിനെ കാണിക്കുമ്പോൾ ഇവനിപ്പോൾ ആ മുത്തശ്ശിയുള്ള ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടറിൻ്റെ വേഷം ഇട്ട് മാസ്ക് ഒക്കെ വെച്ച് വരുന്നുണ്ട്. ഇനി എന്താണ് ഇവൻ്റെ പ്ലാൻ എന്നറിയത്തില്ല. അങ്ങനെ നടന്നു വരുന്ന ടൈമിൽ ഒരു നേഴ്സ് ഇവനെ കണ്ടിട്ട് അല്ല നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിക്കുകയാണ്. ആ സമയം അവൻ അത് പിന്നെ പ്രൊഫസറിൻ്റെ അടുത്ത് ഈ ഒരു അടുത്തൊരു പേഷ്യൻറ്റിൻ്റെ ഡീറ്റെയിൽസ് പറയാനായിട്ട് പോവുകയാണെന്ന് പറഞ്ഞിട്ട് പ്രൊഫസറിന് ഉദ്ദേശം മറ്റാരുമല്ല നമ്മുടെ ജോക്കറിൻ്റെ അച്ഛനാണ്. അച്ഛൻ അവിടെ വരികയായിട്ടുള്ളൊരു പ്രൊഫസറും ഡോക്ടറൊക്കെ ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ ഉടനെ തന്നെ ആ ഒരു നേഴ്സ് ഇത് കേട്ടിട്ട് അതിന് ഓൾറെഡി പേഷ്യൻസിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ കൊടുത്തു കഴിഞ്ഞല്ലോ, താനാരാ, താനെന്തിനാ ഒരു ലേഡി ഡോക്ടറിൻ്റെ കോട്ട് ഇട്ടേക്കുന്നതെന്ന് ചോദിക്കുകയാണ്. കാരണം ഡോക്ടേഴ്സിൻ്റെ കോട്ടിലെല്ലാത്തിലും അവരുടെ പേര് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇപ്പോൾ ഇവൻ എടുത്തിട്ട കോട്ട് വേറെ ഏതോ ഈ ഹോസ്പിറ്റലിലെ ലേഡി ഡോക്ടറിൻ്റെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കണ്ട് ഈ നേഴ്സ് സത്യം പറ താനൊരു ഡോക്ടറാണോ, താൻ ആരാന്ന് ചോദിക്കുന്നുണ്ട്. കാരണം ഈ മാസ്ക് വെച്ചിരുന്ന മുഖം നേരെ കണ്ടും കൂടാ. ജോക്കർ പെടും എന്നുള്ള സിറ്റുവേഷനായിട്ട് നിൽക്കുകയാണ്. ആ സമയം കറക്റ്റ് അങ്ങോട്ട് ജോക്കറിൻ്റെ ബ്രദർ വരുന്നുണ്ട്. അവന് കണ്ടപ്പോൾ തന്നെ നമ്മുടെ ജോക്കറാണെന്ന് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ജോക്കറിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇത് നമ്മുടെ ഓർത്തോപീഡിയാക്കിലുള്ള ഡോക്ടറാണ്. ഇപ്പോൾ ഈ ഇട്ടേക്കുന്ന ലേഡി ഡോക്ടറില്ലേ ഈ ഡോക്ടറിൻ്റെ ബോയ് ഫ്രണ്ടാണ്. അതുകൊണ്ടാണ് അവരുടെ കോട്ട് ഇവൻ ഇട്ടേക്കുന്നത്, നിങ്ങൾ പൊക്കോന്ന് പറയാണ്. അങ്ങനെ ആ നേഴ്സ് അത് വിശ്വസിച്ച് നടന്നു പോയി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ജോക്കറിൻ്റെ ബ്രദർ നീ തന്നെയാണോടാ ഇത്, ഞാൻ കഴിഞ്ഞ ദിവസം കേട്ടായിരുന്നു അച്ഛൻ്റെ വേറൊരു മകൻ വന്നെന്നും പറഞ്ഞിട്ട് ഒരു സംസാരം. അപ്പോൾ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു നീ തിരിച്ച് വന്നോ ഇല്ലേന്ന്, നിന്നെ കണ്ടപ്പോഴാണ് സമാധാനമായത്, നീ ഇടയ്ക്കൊക്കെ വീട്ടിൽ വരാത്തെന്താ, നിന്നെ അച്ഛനും അമ്മയും മിസ് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറയാണ്. ആ സമയം ജോക്കർ എന്നെ അവരെങ്ങനെ മിസ് ചെയ്യാനാ, അത് നടക്കുന്ന കാര്യമല്ല എന്ന് പറയാണ്. എന്നിട്ട് ഇപ്പോൾ എന്തിനും ഇങ്ങോട്ടേക്ക് വന്നതെന്ന് വെച്ചപ്പോൾ അത് പിന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ മുത്തശ്ശി ഇവിടെ ഹോസ്പിറ്റലിൽ ഇങ്ങനെ കിടക്കുകയാണ്, അപ്പോൾ മുത്തശ്ശിക്ക് അത്യാവശ്യം സർജറി വേണം, അതൊന്ന് പെട്ടെന്ന് നടത്താനായിട്ട് അച്ഛനെ കണ്ട് സംസാരിക്കാനാണ് ഞാൻ വന്നത്, അതുകൊണ്ടാണ് ഈ വേഷമായിട്ട് ഞാൻ കയറിയെന്ന് പറയുന്നുണ്ട് ജോക്കറിൻ്റെ ബ്രദർ. അപ്പോൾ ആ ഫ്രണ്ട് നിനക്ക് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിരിക്കുമല്ലോ, ഇല്ലെങ്കിൽ നീ ഇത്രയും വർഷം കഴിഞ്ഞിട്ട് അച്ഛനെ കാണാനായിട്ട് അങ്ങനെ വരാൻ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും അച്ഛൻ്റെ റൂം ഇവിടെ തന്നെയാണ്, വാ നമുക്ക് അച്ഛനോട് സംസാരിക്കാം, നിന്നെ ഞാനും ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇവരുടെ അച്ഛൻ്റെ റൂമിൻ്റെ അകത്തേക്ക് കയറുന്ന ടൈമിൽ അച്ഛൻ അവിടെ ഉണ്ടായിരുന്നില്ല. ആ സമയം നമ്മുടെ ജോക്കറിൻ്റെ ബ്രദർ മിക്കവാറും അച്ഛൻ ഏതെങ്കിലും സർജറിയിലല്ലോ ആയിരിക്കും, അച്ഛൻ കഴിഞ്ഞിട്ട് വരുന്നവരെ നമുക്കിവിടെ വെയിറ്റ് ചെയ്യാമെന്ന് പറയാണ്. അങ്ങനെ അച്ഛൻ്റെ റൂം നോക്കുന്ന സമയത്ത് നമ്മുടെ ജോക്കറിന് ഇഷ്ടപ്പെട്ട നൂഡിൽസിൻ്റെ കുറേ ബോക്സ് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ആ സമയം അവൻ നോക്കുന്ന സമയത്ത് നമ്മുടെ ജോക്കറിൻ്റെ ബ്രദറാണെങ്കിൽ അച്ഛൻ നിന്നെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്, നിൻ്റെ ഫേവറേറ്റ് നൂഡിൽസിൻ്റെ ബോക്സാണ് നീ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഒരു ഷെൽഫ് തുറന്ന് കാണിച്ചു കൊടുക്കണം. നോക്കിയപ്പോൾ അതിനകത്ത് കുറേ ഇരിപ്പുണ്ടായിരുന്നു. എന്നിട്ട് പറയുന്നുണ്ട് അത് പിന്നെ അച്ഛൻ നീ എന്തെങ്കിലും തിരിച്ചു വരുമെന്ന് എഴുതിയിട്ട് വാങ്ങിച്ചു വെച്ചിരിക്കുന്നതാണ്, നിന്നെ ഒരു ദിവസവും കാണാത്തതുകൊണ്ട് അച്ഛൻ ഇതെടുത്ത് കഴിക്കാറുണ്ട്, നിന്നെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ടെന്ന് പറയാണ്. എന്നിട്ട് എൻ്റെ ബ്രദർ കുറച്ച് നേരം കഴിഞ്ഞിട്ട് അച്ഛനെ കാണാത്തതുകൊണ്ട് തന്നെ എനിക്ക് ഡ്യൂട്ടി ഉണ്ട്, എനിക്ക് അച്ഛൻ നീ സംസാരിക്കുന്ന നേരത്ത് കൂടെ ഉണ്ടാകാൻ പറ്റും തോന്നുന്നില്ല, നീ എന്തായാലും അച്ഛനോട് സംസാരിക്കുന്നിട്ട് അവിടെ നിന്ന് പോവുകയാണ്. അതിനുശേഷം ടാറ്റുവിനെയും അരാനെയും കാണിക്കുമ്പോൾ ഇവരിപ്പോൾ നമ്മുടെ ആ ഒരു ക്ഷേത്രത്തിൻ്റെ ആ ഒരു ലേഡി, ആ ലേഡിയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ റോസിന് വേണ്ടിയിട്ടൊരു സംഭവം വർക്ക് എടുത്ത് ചെയ്യുന്നുണ്ടല്ലോ, ആ വർക്ക് എന്ന് പറയുമ്പോൾ സത്യം പറയാൻ കറക്റ്റ് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഇവരിതെന്താ സംഭവം എന്നൊന്നും നേരെ പറയുന്നില്ല ഇതിൻ്റെ അകത്ത്. അപ്പോൾ അതിൽ ഓരോ ആൾക്കാരും അവരുടെ ഐഡിയാസ് അനുസരിച്ച് എന്തെങ്കിലും ഒരു ചെറിയ കണ്ടുപിടുത്തം, ആ കണ്ടുപിടുത്തം ആളുകൾക്ക് ഉപയോഗപ്പെട്ടതാണെങ്കിൽ അത് സെലക്ട് ചെയ്യും, അവർക്ക് പൈസ എന്തോ കിട്ടും, അങ്ങനെ എന്തോ സംഭവമാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ആ ഒരു പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് ഇപ്പോൾ വന്നിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ജഡ്ജസായിട്ടാണ് ആ ഒരു ക്ഷേത്രത്തിൽ ലേഡിയും ഒന്ന് രണ്ട് ആൾക്കാരൊക്കെ നിൽക്കുന്നത്. റോസ് എന്തോ സംഘടിപ്പിച്ചതാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മുടെ ടാറ്റു വരാനും ഇപ്പോൾ എന്തോ ഒരു കണ്ടുപിടുത്തം വെച്ചിരിക്കുന്ന നിൽപ്പുണ്ട്. നമ്മുടെ ഹോയി ആണെങ്കിൽ ഇപ്പോൾ ആ ഒരു ക്ഷേത്രത്തിൻ്റെ ലേഡിയിലെ ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, നമ്മുടെ ഹോയും അവിടെ വർക്ക് ചെയ്യാൻ നിൽപ്പുണ്ട്. അങ്ങനെ ഇവരുടെ ടൈം എത്തിയപ്പോൾ ഇവരകത്തേക്ക് കയറുവാണ്. ഇവരുണ്ടാക്കിയെന്ന് പറയുമ്പോൾ എന്തോ ഒരു സാധനം കാണുമ്പോൾ എന്താണെന്ന് എനിക്ക് മനസ്സിലുണ്ട്, പുല്ലിൻ്റെ ഷേപ്പിലൊക്കെ ഇരിപ്പുണ്ട്. എന്നിട്ട് ഇവരത് ഡെമോൺസ്ട്രേറ്റ് കാണിക്കുമ്പോൾ പറയുന്നത് ഈ ഒരു സംഭവം നമ്മുടെ കൃഷിയിടങ്ങളിൽ വെച്ച് കഴിഞ്ഞാൽ ഈ കാക്ക സംഭവങ്ങളൊന്നും തന്നെ വന്നിട്ട് കൃഷിയിടം നശിപ്പിക്കത്തില്ല, നിങ്ങൾക്ക് നല്ലൊരു കൃഷി എല്ലാം കിട്ടും, അതിന് വേണ്ടിയിട്ടുള്ളതെന്ന് പറയുന്നുണ്ട്. ഇവരൊക്കെ നല്ല ഇമ്പ്രസ്ഡ് ആയിട്ടിരിക്കുന്നുണ്ട്. എന്നാൽ ലാസ്റ്റ് ഈ പൊട്ട സാധനം നിങ്ങൾക്ക് വേണ്ട, ഇത് നിങ്ങൾ വീട്ടിൽ കൊണ്ടുവച്ചെടുത്ത് വെച്ച് കളിക്കാൻ പറഞ്ഞിട്ട് ഇവരെ ഔട്ടാക്കി വിടുവാണ്.
അതിനുശേഷം വീണ്ടും റോസിനെയും ജാക്കിനെയും ലോംബ്രാനെയും കാണിക്കുമ്പോൾ ഇവരിപ്പോൾ അകത്ത് റൂമിൽ വന്നിരിക്കുകയാണ്. എന്നിട്ട് നമ്മുടെ ഗെയിം ഒരു സ്ക്രീനിലാണ് കളിക്കുന്നത്. അങ്ങനെ ആ സ്ക്രീൻ ഓപ്പൺ ചെയ്തിട്ട് ലോംബ്രാൻ പറയുന്നുണ്ട്, നമ്മൾ ഡൈസ് കറക്കും. ഈ ഡൈസിൽ ഏത് നമ്പറാണ് വരുന്നത് ആ നമ്പർ നമ്മൾ പാമ്പും കോണിയും കളിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന നമ്പർ നമ്മളിങ്ങനെ നീങ്ങി നീങ്ങി മൂവ് ആവത്തില്ലേ, അതുപോലെ ഇതിൽ മൂവായി പോകും. അപ്പോൾ നമ്മൾ പാമ്പും കോണിയും കളിക്കുമ്പോൾ എവിടെയെങ്കിലും പാമ്പിൻ്റെ അടുത്താണ് വരുന്നത് നമ്മളുകൊണ്ട് താഴോട്ട് വരും, ഏടിയാണ് കിട്ടുന്നതെങ്കിൽ മുകളിലോട്ട് പോകും. അതുപോലെ ഇവിടെയും ഓരോ ചോയ്സസ് ഉണ്ട്. അതായത് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വരുന്നൊരു സംഭവമാണെങ്കിൽ ചോയ്സ് എന്നുള്ള ഓപ്ഷൻ വരും. ആ ചോയ്സ് ഓപ്ഷനിൽ ആ ഓപ്ഷൻ എന്താണോ പറയുന്നത് അത് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണം, ഇല്ലെങ്കിൽ ഇല്ല. അതായത് പൈസ പോവും, പൈസ കിട്ടും, ആ ഒരു ലെവലാണ്. അല്ലാതെ നമ്പറിന് ചാടി കിടക്കുമ്പോൾ ഓരോ നമ്പറിലും ഓരോ എമൗണ്ട് ഉണ്ട്. ആ എമൗണ്ട് ഇപ്പം നമ്പർ 3, അതായത് ഡൈസ് കറക്കുമ്പോൾ 3യിലാണ് നിൽക്കുന്നതെങ്കിൽ ആ നമ്പറിലുള്ള പൈസ ആ ഓട്ടോമാറ്റിക്കലി ഇയാൾക്ക് വരും. അപ്പോൾ ലാസ്റ്റ് കളി കഴിഞ്ഞ് എൻഡിലെത്തുമ്പോൾ ആരെല്ലാണോ കൂടുതൽ പൈസ ഉള്ളത് അയാൾ ജയിക്കും. അങ്ങനെ ഇപ്പോൾ ലോംബ്രാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞെടുത്ത് ഇവർ കളിക്കുകയാണ്. നമ്മുടെ ജാക്കാണ് റോസിന് വേണ്ടിയിട്ട് ഇപ്പോൾ കളിക്കുന്നത്. അങ്ങനെ ഇവർ കളിക്കുന്ന ടൈമിൽ നമ്മുടെ ലോംബ്രാന് നല്ല പൈസ കിട്ടുന്നുണ്ട്. അതായത് അവനിങ്ങനെ ഡൈസ് കറക്കി വരുന്ന നമ്പറിലെല്ലാം 10,000, 1,00,000 അങ്ങനെയൊക്കെയാണ് പൈസ കിടക്കുന്നത്. എന്നാൽ നമ്മുടെ ജാക്കിന് നോക്കുമ്പോഴത്തേക്ക് 300, 400 അങ്ങനെയൊക്കെ പൈസ കിട്ടുന്നുള്ളൂ. അങ്ങനെ അവർ കളിച്ച് പോകുമ്പോൾ ചോയ്സിൻ്റെ ഓപ്ഷനൊക്കെ വരുന്നുണ്ട്. അത് നമ്മുടെ ജാക്കിന് കിട്ടിയ ചോയ്സ് എന്ന് പറയുമ്പോൾ ഒന്നിൽ കിട്ടുവാണേ, അവരെന്തോ ബസർ പ്രസ് ചെയ്യും. അപ്പോൾ അതിൽ ഓക്കെയാണ്, കിട്ടുവാണെങ്കിൽ 3 മില്യൺ കിട്ടും, ഇല്ലെങ്കിൽ 3 മില്യൺ പൈസ നിങ്ങൾ അങ്ങോട്ട് കൊടുക്കണം. ഒന്നാമത് നമ്മുടെ ജാക്കിന് കടമൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുക, അതുകൊണ്ട് അവനാണെങ്കിൽ ആ ഒരു ചോയ്സ് എടുക്കുന്നില്ല. പക്ഷേ ലോംബ്രാന് കിട്ടിയ ചോയ്സ് അവൻ എടുക്കുന്നുണ്ട്. അങ്ങനെ അവന് പിന്നെയും പൈസ കൂടുകയാണ്. അങ്ങനെ ഒരു കളിച്ചുകൊണ്ടിപ്പോൾ ഉണ്ട്. അങ്ങനെ കുറേ കളിച്ച് വരുമ്പോൾ ലാസ്റ്റ് പാർട്ടായി വരുന്നുണ്ട്. ആ സമയം ലോംബ്രാൻ്റെ ഒരു ചോയ്സ് വരാണ്, അതായത് ഒന്നുമില്ല നിങ്ങളുടെ കിഡ്നി കൊടുക്കണം, അല്ലെങ്കിൽ ആ കിഡ്നിക്ക് വരുന്ന അത്രയും പൈസ കൊടുക്കണമെന്ന്. അങ്ങനെ അവനാണെങ്കിൽ അത് പാസ് അടിക്കുന്നുണ്ട്. എന്നാൽ എന്തോ അവൻ്റെ ഭാഗ്യക്കേട് കൊണ്ട് അവനത് കിട്ടുന്നേ ഇല്ല. അങ്ങനെ അവൻ്റെ ഉള്ള മൊത്തം പൈസ തീർന്ന് 0 ആവുകയാണ്. ഇതേ ടൈമിന് നമ്മുടെ ജാക്കിൻ്റെ 1,00,000, 1,50,000 അടുപ്പിച്ച് വന്നിട്ടുണ്ട്. അങ്ങനെ വീണ്ടും ഒരു കളിയും കൂടെ കളിച്ചപ്പോൾ ഈ ഒരു ഫിനിഷിംഗ് പോയിൻ്റിൽ നമ്മുടെ ജാക്ക് ജയിക്കുകയാണ്. അവരങ്ങനെ സന്തോഷിക്കുമ്പോൾ നമ്മുടെ ലോംബ്രാനാണെങ്കിൽ ഒരുമാതിരി ഫസ്റ്റ് വിഷമിച്ചിട്ട് പിന്നെ ഒരു ചിരിക്കുന്നുണ്ട്. ആക്ച്വലി ഇവർ പറ്റിപ്പ് കാണിച്ചായിരുന്നു. അതായത് ഇപ്പോൾ ഇവർ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ജാക്കായാലും ലോംബ്രാനായാലും 2 ക്യാരക്ടേഴ്സിനെ ചൂസ് ചെയ്ത് 2 ക്യാരക്ടേഴ്സാണ് ആ ഒരു സ്ക്രീനിൽ ഗെയിമിൽ കളിക്കുന്നത്. എന്നാൽ ഈ ക്യാരക്ടേഴ്സ് ശരിക്കും ആൾക്കാരാണ്. അതായത് ഇതിപ്പോൾ 4 ഹോഴ്സ്മെൻ എന്ന് പറഞ്ഞൊരു ഗെയിമാണ്. അപ്പോൾ ആ ഒരു ഗെയിമിൽ റിയലായിട്ടുള്ള ആൾക്കാർ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ആൾക്കാർ മറ്റാരുമല്ല, കടം കൊടുത്ത് തീർക്കാനുള്ള ബോയ്സിനും ഒക്കെ പൈസ കൊടുത്ത് തീർക്കാനുള്ള ആൾക്കാരാണ്. അപ്പം ഈ ഒരു സത്യം ഇപ്പോഴാണ് നമ്മുടെ ജാക്കിനോടും റോസിനോടും തുറന്നു പറയുന്നത്. ഇത്രയും നേരം നമ്മുടെ ജാക്കിൻ്റെയും റോസിൻ്റെയും കണ്ടില്ലേ, അത് ജസ്റ്റ് ക്യാരക്ടേഴ്സ് മാത്രമായിരുന്നു. എന്നാൽ നോക്കിയപ്പോൾ ഇത് ശരിക്കുള്ള ആൾക്കാരാണ്. ജാക്കെടുത്ത ക്യാരക്ടറിൽ വന്നേക്കുന്ന ലേഡി മറ്റാരുമല്ല, നമ്മുടെ ബോസിന് കടം കൊടുക്കാനൊക്കെ ഉണ്ടായിരുന്നപ്പോൾ നമ്മുടെ ജാക്ക് ഇടയ്ക്ക് പൈസ വാങ്ങാൻ, അതായത് ഫസ്റ്റ് എപ്പിസോഡിൽ പൈസ വാങ്ങാൻ വേണ്ടിയിട്ട് വന്ന കുഞ്ഞ് കടയൊക്കെ നടത്തുന്ന ആ ഒരു ലേഡിയാണ്. അടുത്ത് ലോംബ്രാൻ എടുത്ത ലേഡി ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടാറ്റുവിൻ്റെ അമ്മയാണ്. നമ്മുടെ ടാറ്റുവിൻ്റെ അമ്മ ഒക്കെ ഈ ഗെയിമിൽ ജോയിൻ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ലോംബ്രാൻ തോറ്റു, അതായത് ടാറ്റുവിൻ്റെ അമ്മ തോറ്റു. നമ്മുടെ ജാക്ക് ജയിച്ചു, അപ്പോൾ മറ്റേ ആ ലേഡിയും ജയിച്ചു. അപ്പോൾ നമ്മുടെ ലോംബ്രാൻ തോറ്റതിന് കാരണം മറ്റേ കിഡ്നിയുടെ ആ ഒരു കാര്യം പറഞ്ഞിട്ടായിരുന്നു. അപ്പോൾ തോറ്റത് കൊണ്ട് തന്നെ ആ ഒരു ലേഡിയുടെ ശരിക്കും കിഡ്നി അവരെടുക്കും. നമ്മുടെ ടാറ്റുവിൻ്റെ അമ്മയും ആണല്ലോ അത്. ഇതെല്ലാം നമ്മുടെ ജാക്കിനും ഒക്കെ അറിയാം. അപ്പോൾ നമ്മുടെ ജാക്കും റോസും ഈ കാര്യം ഒരു ടെൻഷനെ നിൽക്കുകയാണ്. ആ സമയം റോസിനൊക്കെ ദേഷ്യം വന്നിട്ട്, നീ ശരിക്കും ആൾക്കാരുടെ ജീവൻ വെച്ചാണോ കളിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതൊന്നും മൈൻഡിൽ നമ്മുടെ ലോംബ്രാൻ കിടന്ന് ചിരിക്കുവാണ്. ഇതേ സമയം നമ്മുടെ റോസ് റൂള് നേരത്തെ പറഞ്ഞായിരുന്നു, അതായത് ഞങ്ങൾ ജയിക്കുവാണെങ്കിൽ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ വേണമെന്ന്. അങ്ങനെ അതിൽ 3ാമത്തെ റൂള് നമ്മുടെ ജാക്ക് എന്ത് ചോദിക്കുന്നു ആ ഒരു കാര്യം അവന് കൊടുക്കണമെന്നായിരുന്നു. അങ്ങനെ ഇപ്പോൾ ലോംബ്രാൻ ജാക്കിനോട് എന്താ വേണ്ടതെന്ന് വെച്ചപ്പോൾ ടാറ്റുവിൻ്റെ അമ്മയുടെ കിഡ്നി കൊടുക്കുന്ന സംഭവം അത് നടക്കത്തില്ല, മാറ്റിക്കോണമെന്ന് പറയാണ്. അങ്ങനെ അവൻ ഓക്കെ അത് മാറ്റാം, പകരം ഒരു കിഡ്നിക്ക് 1,00,000 രൂപയാവില്ലേ, ആ 1,00,000 രൂപ ഞാൻ അവരിൽ നിന്ന് വാങ്ങിച്ചോളാം എന്ന് പറയാണ്. കാരണം നമ്മുടെ ജാക്കിന് ഒരൊറ്റ ആഗ്രഹമേ ചോദിക്കാൻ പറ്റുള്ളൂ, അതിപ്പോൾ ചോദിച്ചും കഴിഞ്ഞു. അതുകൊണ്ട് ഈ ഒരു റൂള് മാറ്റാനും അവന് പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുവാണ്. അതിനുശേഷം കാണി നമ്മുടെ ജാക്കും റോസും കൂടെ തിരിച്ചു പോകുന്നതാണ്. ആ സമയം നമ്മുടെ റോസാണ് ഇന്ന് ടെൻഷൻ ആവാതിരിക്കുക, എല്ലാം ഓക്കെ ആവും, പിന്നെ നമ്മളിന്ന് ജയിച്ചില്ലെങ്കിൽ അതിന് പുറത്ത് ഇറങ്ങാൻ കൊണ്ടുപോട്ടേയും ചോദിക്കുകയാണ്. ആ സമയം ജാക്ക് വേണ്ട, എൻ്റെ മുത്തശ്ശി ഹോസ്പിറ്റലിലാണ്, പിന്നെ എനിക്കിങ്ങനെ പുറത്തേക്ക് ഇറങ്ങാൻ വലിയ താല്പര്യമില്ല എന്ന് പറയാണ്. റോസ് ഇപ്പോഴാണ് അവൻ്റെ മുത്തശ്ശി ഹോസ്പിറ്റലിലാണെന്നുള്ള കാര്യം അറിയുന്നത്. അങ്ങനെ അവനോട് നിനക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണോ, ഡോക്ടേഴ്സിനെ അറേഞ്ച് ചെയ്യണമെന്നൊക്കെ ചോദിച്ചപ്പോൾ വേണ്ട എല്ലാം ഓൾറെഡി സെറ്റാണ്, ജസ്റ്റ് മുത്തശ്ശിയുടെ സർജറി ഒന്ന് പെട്ടെന്ന് നടന്ന് കിട്ടിയാൽ മതി, എനിക്ക് അത്രേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. അതേ ടൈമിന് നമ്മുടെ ജോക്കറിനെ കാണിക്കുമ്പോൾ ജോക്കർ ഇപ്പോൾ തിരിച്ച് നമ്മുടെ ജാക്കിൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. അതായിട്ട് നമ്മുടെ ടാറ്റുവിൻ്റെ അമ്മയാണെങ്കിൽ ഇപ്പോൾ ആ കിഡ്നി എടുക്കുന്നതിന് പകരം അവരുടെ പൈസ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ അവരിപ്പോൾ ഓടി മാറി രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഓരോ ആൾക്കാരുടെ അടുത്ത് നിന്ന്. ടാറ്റു ഇതൊന്നും ഇതുവരെയായിട്ട് അറിഞ്ഞിട്ടില്ല. ആ ഒരു ടൈമിന് നേരെ വന്ന് നമ്മുടെ ജാക്കിൻ്റെ വീട്ടിലാണ്. നോക്കിയപ്പോൾ അവിടെ ജോക്കർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ ടാറ്റുവിൻ്റെ അമ്മ പ്ലീസ് മോനെ ജാക്കിനെ ഒന്ന് വിളിക്ക് അത്യാവശ്യമാണെന്ന് പറയുന്നുണ്ട്. ഇതേ സമയം ലോംബ്രാൻ്റെ ആൾക്കാർ അങ്ങോട്ടേക്ക് വന്നിട്ട് ഇവരെ കൊണ്ടുപോകാനും നിൽക്കുകയാണ്. ആ സമയം കറക്റ്റ് നമ്മുടെ ജാക്കും റോസും അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു കാര്യം കണ്ടിട്ട് റോസിൻ്റെ അടുത്ത് കാറിൽ ഇരിക്കാൻ പറഞ്ഞിട്ട് ജാക്ക് നേരെ ഇവരുടെ അടുത്തേക്ക് ചെല്ലാണ്.
ജാക്ക് ചെന്നിട്ട് പ്രശ്നമെല്ലാം സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ വന്ന ആൾക്കാരാണെങ്കിൽ ഒന്നിൽ നിങ്ങൾ പൈസ തരണം, ഇല്ലെങ്കിൽ നിങ്ങളുടെ കിഡ്നി ഞങ്ങൾ എടുക്കും, രണ്ടിലൊന്നും നടക്കേണ്ട കാര്യമെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് കേട്ടോണ്ടിരുന്ന ജോക്കർ നമ്മുടെ ജാക്കിനെ വീടിൻ്റെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോയിട്ട് നീ എന്ത് പണിയാണ് കാണിച്ചത്, നീ ആൾക്കാരെ ജീവൻ വെച്ചാണോ ഗെയിം കളിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ജാക്കാണെങ്കിൽ എന്തൊക്കെയോ പറയാൻ വരുന്നുണ്ട്, എന്നാലും പറ്റുന്നില്ല. ജോക്കർ ആ സമയം നിനക്ക് എന്തിൻ്റെ കുഴപ്പമെന്നൊക്കെ പറയാണ്. ആ സമയം ജാക്കാണെങ്കിൽ ഇതെൻ്റെ ജോലിയാന്ന് പറയുമ്പോൾ ആൾക്കാരെ ജീവൻ വെച്ച് കളിക്കുന്നതാണ് നിൻ്റെ ജോലി, നിനക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഒന്നും എന്നൊക്കെയാണ് പറയാണ്. അതായിട്ടായിരുന്നു എന്തൊരു സ്മെല്ല് വരുന്ന കണ്ടിട്ട് നമ്മുടെ ജോക്കർ ഓടി ചെന്നിട്ട് അവൻ ഫുഡ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്ന ആ പാത്രം ഓപ്പൺ ചെയ്യാണ്. പെട്ടെന്ന് അവൻ്റെ കൈയൊക്കെ പൊള്ളുന്നുണ്ട്. നമ്മുടെ ജാക്ക് വന്നിട്ട് കൈയൊക്കെ നനച്ചു കൊടുത്തിട്ട് ഓക്കെ ആണെന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങോട്ടേക്ക് കറക്റ്റ് റോസ് വരികയാണ്. അങ്ങനെ നമ്മുടെ ജാക്കാണെങ്കിൽ റോസിൻ്റെ അവിടെ പോവുകയാണ്. എന്നാൽ റോസ് അങ്ങോട്ടേക്ക് അപ്പോൾ വന്നാൽ നമ്മുടെ ജോക്കറിന് ഇഷ്ടപ്പെടുന്നില്ല. അതിനുശേഷം കാണി നമ്മുടെ ജോക്കർ ആ ഉണ്ടാക്കിയ ഫുഡ് രാത്രി ഹോസ്പിറ്റലിൽ വന്നപ്പോൾ മുത്തശ്ശിക്ക് കഴിക്കാനായിട്ട് കൊണ്ടു കൊടുക്കുകയാണ്. കുറച്ച് എക്സ്ട്രാ ഇരിപ്പുണ്ടായിരുന്നു. അത് ആർക്കാന്ന് വെച്ചപ്പോൾ മുത്തശ്ശിയുടെ സർജറി ചെയ്യുന്ന ഡോക്ടറിനാണെന്ന് പറയാണ്. അത് മറ്റാരുമല്ല നമ്മുടെ ജോക്കറിൻ്റെ അച്ഛനാണ്. മുത്തശ്ശിക്ക് ഇപ്പോഴും നേഴ്സുമാർ ഓരോന്ന് സംസാരിക്കുന്നത് കേട്ടപ്പോൾ തന്നെ അത് നമ്മുടെ ജോക്കറിൻ്റെ അച്ഛനാണെന്ന് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് നീ ഡോക്ടറെന്ന് പറയാതെ അച്ഛാന്ന് വിളിക്ക്, നീ എന്തിനാ ഇതിനെ മറച്ചു പിടിക്കുന്നത്, നീ നിൻ്റെ അച്ഛനും തമ്മിൽ വഴക്കുണ്ടാവും എന്നൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. എന്നാലും ഒരു കാര്യം എനിക്ക് എന്നോട് പറയാനുണ്ട്, പാരൻസും മക്കളും തമ്മിൽ എത്ര വഴക്കുണ്ടായാലും ഒരിക്കലും ആ പാരൻസിന് സ്വന്തം മക്കളെ വെറുക്കാൻ പറ്റത്തില്ല എന്ന് പറയാണ്. അതിനുശേഷം കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും ജോക്കർ ബാക്കി ഫുഡ് അവൻ്റെ അച്ഛന് കഴിക്കാനായിട്ട് അച്ഛൻ്റെ ആ ഒരു റൂമിലേക്ക് കൊണ്ടു കൊടുക്കുകയാണ്. ആ സമയം ഇവനാണ് കയറി വന്നതെന്ന് ഫസ്റ്റ് മനസ്സിലാവുന്നില്ല, പിന്നീടാണ് ഇവനാണ് കയറി വന്നതെന്ന് ശ്രദ്ധിക്കുന്നത്. അങ്ങനെ എന്താ വേണ്ടതെന്ന് നോക്കുമ്പോഴത്തേക്കും അത് പിന്നെ അച്ഛനിപ്പോൾ അധികം ഫുഡൊന്നും കഴിക്കുന്നില്ലെന്ന് മനസ്സിലായി, എപ്പോഴും നൂഡിൽസല്ലേ കഴിക്കുന്നത്, അതുകൊണ്ട് അച്ഛന് കഴിക്കാനായിട്ട് കൊണ്ടുവന്നതെന്ന് പറഞ്ഞിട്ട് അവൻ ഉണ്ടാക്കി ഫുഡ് കൊടുക്കുന്നുണ്ട്. ആ സമയം അച്ഛൻ എന്താ നിനക്ക് വേണ്ടതെന്ന് ചോദിക്കുകയാണ്. ആ സമയം അവൻ അത് പിന്നെ ഞാൻ പറഞ്ഞില്ല അന്ന് ആ മുത്തശ്ശിക്ക് ഒരുപാട് പൈസയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒത്തിരി ദിവസം ഹോസ്പിറ്റലിൽ കിടക്കാൻ പറ്റത്തില്ല, പെട്ടെന്ന് സർജറി ചെയ്ത് കൊടുത്ത് വിടുമെന്ന് ചോദിക്കുകയാണ്. ആ സമയം അയാളാണെങ്കിൽ നിനക്കാണെങ്കിൽ പൈസ ഇല്ല, നീ പിന്നെ എന്തിനാണ് ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ഏറ്റെടുത്ത് ചെയ്യാൻ നിൽക്കുന്നത്, അവരുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ അവർക്ക് ജനറൽ വാർഡിൽ കിടന്നാൽ പോരെ, എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ചോദിക്കുകയാണ്. ആ സമയം ജോക്കറാണെങ്കിൽ അത് പിന്നെ അവരുടെ കൊച്ചുമോനാണെങ്കിൽ അവർ കുറച്ച് കംഫർട്ടബിളായിട്ട് ഹോസ്പിറ്റലിൽ കിടക്കാനായിട്ടാണ് ഈ ഒരു വാർഡിലേക്ക് കൊണ്ടുവന്നതെന്ന് പറയുന്നുണ്ട്. ആ സമയം അവൻ്റെ അച്ഛൻ അപ്പോൾ പൈസ തീർന്നു കഴിഞ്ഞാൽ നീ അവർക്ക് വേണ്ടിയിട്ട് പിന്നെയും പഴയതെല്ലാം മോഷണം നടത്തിയിട്ട് ഇവിടുത്തെ ബില്ലൊക്കെ അടയ്ക്കുമെന്ന് ചോദിക്കുകയാണ്. ആ ടൈമിൽ ഇതൊക്കെ കേട്ടിട്ട് ജോക്കറിന് നല്ല ദേഷ്യവും സങ്കടം വരുന്നുണ്ട്. അവനങ്ങനെ നിങ്ങൾ എന്തൊക്കെ സംഭവിച്ചാലും മാറാനേ പോകുന്നില്ല, ഞാനിങ്ങനെ ആയിത്തീർന്ന നിങ്ങൾ ഒരൊറ്റ ആൾ കാരണമെന്ന് പറഞ്ഞിട്ട് അവൻ ആ റൂമിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. അതിനുശേഷം ജാക്കിനെയും റോസിനെയും കാണിക്കുമ്പോൾ നമ്മുടെ ജാക്ക് മുമ്പ് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു ബാറിൽ അവരിപ്പോൾ ഡ്രിങ്ക് ചെയ്യാനായിട്ട് വന്നിരിക്കുകയാണ്. അങ്ങനെ അവർ ഡ്രിങ്ക് ചെയ്യുന്ന ടൈമിന് നമ്മുടെ റോസ് വാ നമുക്ക് ഡാൻസ് കളിക്കാമെന്ന് പറഞ്ഞിട്ട് ഡാൻസ് കളിക്കാനായിട്ട് ഇവനെ കൊണ്ട് നിർത്തിയിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട്. ആ ഒരു സമയം നമ്മുടെ ഹോയ് അവിടെ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ അവൻ നോക്കിയപ്പോൾ ഇവർ രണ്ടും ഡാൻസ് കളിക്കുന്ന കണ്ടിട്ട് ഇവൻ അതിൻ്റെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ ജോക്കറിനെ കാണിക്കുമ്പോൾ ജോക്കർ അവൻ്റെ അച്ഛൻ്റെ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഒരിടത്തൊന്ന് വിഷമിച്ചിരിക്കുകയാണ്. ആ സമയം അവൻ്റെ അച്ഛനാണെങ്കിൽ പൈസ ഇല്ലെങ്കിൽ നീ മോഷ്ടിച്ചിട്ട് അവരുടെ ബില്ലടയ്ക്കുമെന്നൊക്കെ ചോദിച്ചാൽ ഇങ്ങനെ ആലോചിക്കുകയാണ്. ആ ടൈമിലാണ് ഹോയ് ഈ ഒരു വീഡിയോ അവർ ഗ്രൂപ്പിൽ ഇടുന്നത്, ടാറ്റും ഇവനും എല്ലാം കണ്ടിട്ട് കമൻറ്റ് ഇടുന്നുണ്ട്. ആ സമയം നമ്മുടെ ജോക്കർ എന്തോ ഇത് കണ്ടിട്ട് വല്ലാണ്ട് വിഷമിച്ചിരിക്കുകയാണ്. അതേസമയം അങ്ങോട്ടേക്ക് ജോക്കറിൻ്റെ ബ്രദർ വന്നിട്ട് നീയും അച്ഛനെ സംസാരിച്ചായിരുന്നു, അച്ഛനോട് ഒറ്റയ്ക്ക് ഇരിക്കുന്നുണ്ട് എന്താ ആലോചിച്ചുകൊണ്ട്, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ കുറേ നാളായിട്ട് അച്ഛൻ്റെ കൂടെ ഉള്ളതാണ്, അതുകൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും അച്ഛൻ്റെ സ്നേഹം അങ്ങനെ പുറത്ത് കാണിക്കത്തില്ല, പക്ഷേ അച്ഛന് ശരിക്കും നിന്നെ ഇഷ്ടമാണ്, നിന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിന്നോട് പറയുന്നേ അല്ല, അച്ഛൻ്റെ സ്വഭാവം എനിക്ക് അറിയാമെന്നുള്ളതുകൊണ്ട് ഞാൻ നിന്നോട് പറയുന്നതെന്ന് പറയുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ ജോക്കറിൻ്റെ അച്ഛനെ കാണിക്കുമ്പോൾ അച്ഛന് അവിടെ വർക്ക് ചെയ്തുകൊണ്ട് ഇതിൻ്റെ വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് അയാൾ ആ കപ്പ് നൂഡിൽസൊക്കെ എടുത്ത് വെച്ച് കഴിക്കാനാണ് വിചാരിച്ചത്. എന്നാൽ നമ്മുടെ ജോക്കർ കൊടുത്ത ഫുഡ് അവിടെ ഇരിക്കുന്ന കണ്ടിട്ട് അതെടുത്ത് കഴിക്കുകയാണ്. കഴിച്ചപ്പോൾ അയാൾക്ക് നല്ല ഇഷ്ടപ്പെടുന്നതുകൊണ്ട് നമ്മുടെ ജോക്കറാണെങ്കിൽ അവൻ ചോദിച്ച ആ ഒരു ആവശ്യം, അതായത് നമ്മുടെ ജാക്കിൻ്റെ മുത്തശ്ശിയുടെ സർജറി എത്രയും പെട്ടെന്ന് നടത്തി കൊടുക്കണം എന്ന് പറഞ്ഞ ആ ഒരു ആവശ്യം ഇയാളിങ്ങനെ ആലോചിക്കുകയാണ്. ആ സമയമാണ് അങ്ങോട്ടേക്ക് നേഴ്സ് വന്നത്. അങ്ങനെ അയാളാണെങ്കിൽ നേഴ്സിൻ്റെ അടുത്ത് നമ്മുടെ ജാക്കിൻ്റെ മുത്തശ്ശിയുടെ പേഷ്യൻ്റ് ഡീറ്റെയിൽസൊക്കെ ഒന്ന് കൊണ്ട് കൊടുക്കുമെന്ന് ചോദിക്കുന്നുണ്ട്. അതിനുശേഷം നേരെ നമ്മുടെ മുത്തശ്ശീനെ കാണാനായിട്ട് ചെല്ലാണ്. അങ്ങനെ മുത്തശ്ശീനെ ചെക്കപ്പൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മുത്തശ്ശിക്ക് ഇപ്പോൾ അറിയാമല്ലോ നമ്മുടെ ജോക്കറിൻ്റെ അച്ഛനാണെന്ന്. അതുകൊണ്ട് തന്നെ ജോക്കർ കൊണ്ടുവന്ന ഫുഡ് നീ കഴിച്ചായിരുന്നോ, അത് ആക്ച്വലി അവൻ തന്നെ സ്വയം ഉണ്ടാക്കിയതാണ്. ഞാൻ സീരിയസ് ആയിട്ട് പറയട്ടെ, അവന് നിന്നെ ശരിക്കും ഇഷ്ടമുണ്ട്, എല്ലാവരുടെയും കണ്ണിൽ അവൻ നല്ലൊരു കുട്ടിയല്ല, എന്നാലും നല്ലവനാകാൻ അവൻ ശ്രമിക്കുന്നുണ്ട്, അവനായിട്ട് ശരിക്കും എൻ്റെ കൊച്ചുമോനായിരുന്നെങ്കിൽ ശരിക്കും അഭിമാനത്തോടെ നിന്നേനെ എന്നൊക്കെ പറയുകയാണ്. ആ സമയം നമ്മുടെ ജോക്കറിൻ്റെ അച്ഛൻ ഞാനും അവനും തമ്മിൽ കുറേ വർഷമായിട്ട് വലിയ സംസാരമൊന്നുമില്ല, അതുകൊണ്ട് ഇക്കാര്യങ്ങളൊന്നും അത്ര എളുപ്പത്തിൽ നേരെയാവും തോന്നുന്നില്ല എന്ന് പറയാണ്. ആ സമയം ജാക്കിൻ്റെ മുത്തശ്ശി എനിക്ക് വലിയ വിദ്യാഭ്യാസം എന്നുള്ളൊരു ഇതല്ല, എന്നാലും എനിക്ക് ഒരു കാര്യം ഉറപ്പായിട്ടും അറിയാം, നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ സംസാരിക്കാതിരിക്കുമ്പോൾ ആ സെപ്പറേഷൻ മരണം ഉള്ളതിനേക്കാളും ഭയങ്കര വേദനയുള്ളതാണ്, അതുകൊണ്ട് നിങ്ങൾ അവനോട് സംസാരിക്കണമെന്നാണ് ഞാൻ പറയുന്നതെന്ന് പറയുന്നുണ്ട്. അത് ഡോക്ടർ സമ്മതിക്കുന്നുണ്ട്. അതിനുശേഷം കാണി നമ്മുടെ ജാക്ക്
അടുത്ത ദിവസം രാവിലെ മുത്തശ്ശീനെ കാണാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് വന്നപ്പോൾ മുത്തശ്ശിക്ക് ഒരു സ്പെഷ്യൽ റൂം കിട്ടിയിട്ടുണ്ടായിരുന്നു. കുറേ ബൊക്കെ സംഭവങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു. അതങ്ങനെ ഇത് ആരാ കൊടുത്തതെന്ന് വെച്ചപ്പോൾ എല്ലാം റോസ് അറേഞ്ച് ചെയ്തതാണെന്നാണ് നേഴ്സ് പറയുന്നത്. ആ സമയം മുത്തശ്ശിയും എനിക്കൊരു ഹാപ്പി ന്യൂസ് പറയാനുണ്ട്, നമ്മുടെ സർജറി ഇന്ന് വൈകുന്നേരത്തേക്ക് ആക്കിയിട്ടുണ്ട്. ഡോക്ടറാണെങ്കിൽ ജപ്പാനിലേക്ക് പോകാനിരുന്നതാണ്, എന്നാൽ ഷെഡ്യൂൾ ക്യാൻസൽ ചെയ്തിട്ട് ഇന്നത്തേക്ക് നമ്മൾ സർജറി നടത്താനിരിക്കുകയാണെന്ന് പറയുന്നുണ്ട്. മേ ബി നമ്മുടെ ജോക്കർ പറഞ്ഞിട്ടായിരിക്കാം. അതേസമയം നമ്മുടെ ജാക്ക് അത് റോസ് പറഞ്ഞിട്ടാണെന്ന് കരുതിയിട്ട് ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് നേരെ താഴെ ചെല്ലാണ്. റോസ് ഇപ്പോൾ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ചെന്നിട്ട് റോസിനോട് താങ്ക്സ് പറയാണ്. എന്നാൽ റോസാണെങ്കിൽ ഇതെന്തിനാ താങ്ക് യു പറയുന്നത് ഇവർക്ക് മനസ്സിലാവുന്നില്ല. അതേസമയം അങ്ങോട്ട് ഈ ബോസ് വന്നിട്ട് മുത്തശ്ശിക്ക് കിട്ടിയ ആ പുതിയ റൂം ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. മേ ബി അത് അറേഞ്ച് ചെയ്തത് ബോസായിരിക്കും. അങ്ങനെ ബോസ് ഞാൻ മുത്തശ്ശീനെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് നേരെ അങ്ങോട്ട് ചെന്നിട്ട് മുത്തശ്ശിയോട് സംസാരിക്കുകയാണ്. അങ്ങനെ സംസാരിച്ചിട്ട് പുറത്തിറങ്ങുന്ന ടൈമിന് നമ്മുടെ ജാക്കും റോസും ഭയങ്കര ക്ലോസ് ആയിട്ട് സംസാരിക്കുന്നിട്ട് ഇയാൾക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. കാരണം ഇവർ കല്യാണം കഴിച്ചാലല്ലേ ഇയാൾക്ക് പൈസ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഇയാൾ എല്ലാം വിചാരിച്ച പോലെ നടക്കുന്നുണ്ടെന്ന് ഓർത്തിട്ട് ഭയങ്കരമായിട്ട് സന്തോഷിക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്ന വൈകുന്നേരം മുത്തശ്ശിയുടെ സർജറി സ്റ്റാർട്ടാവുന്നതാണ്. അതേസമയം റൂമിൻ്റെ പുറത്തായിട്ട് ജാക്ക്, ജോക്കർ, ടാറ്റു, ഹോയ്, അരാൻ ഇവർ എത്രയും പേര് ഇരിപ്പുണ്ട്. ആ സമയം നമ്മുടെ ഹോയ് ആണെങ്കിൽ ഒരു സെക്കൻഡ് മിണ്ടാതിരിക്കുക ചാറ പറ സംസാരമാണ്. എന്നാൽ നമ്മുടെ ജാക്കും ജോക്കറും ഒന്നും മിണ്ടുന്നില്ല. കാരണം അവർ തമ്മിൽ ചെറിയൊരു ക്ലാഷ് ഉള്ളതുകൊണ്ട് തന്നെ രണ്ടുപേരും ഡിസ്റ്റൻസ് ഇട്ടാണ് ഇരിക്കുന്നത്. അത് കണ്ടിട്ട് നമ്മുടെ ടാറ്റും ഹോയും എന്തുപറ്റി രണ്ടും തമ്മിൽ അടിയാണെന്നൊക്കെ ചോദിച്ചൊക്കെ ഇരിക്കുന്നുണ്ട്. ആ ടൈമിൽ നേഴ്സ് പുറത്ത് വന്നിട്ട് സർജറി എല്ലാം ഓക്കെ എന്ന് പറയുന്നുണ്ട്. നമ്മുടെ ജോക്കറിൻ്റെ അച്ഛനും വന്നിട്ട് എല്ലാം ഓക്കെയാണ്, മുത്തശ്ശി ഇപ്പോൾ സ്റ്റേബിളാണ്, ഒരു ദിവസം കൊണ്ട് ഹോസ്പിറ്റലിൽ നിൽക്കണം, ഒന്നും കൂടെ ചെക്കപ്പ് ചെയ്തിട്ട് ഓക്കെ ആണെങ്കിൽ വീട്ടിലേക്ക് പോകാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അതും പറഞ്ഞിട്ട് നേഴ്സും ഡോക്ടറോടെ നടന്നു പോകുന്നുണ്ട്. ആ സമയം എല്ലാവരും ഹാപ്പി ആവുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ജാക്കാണെങ്കിൽ ഉറങ്ങാനായിട്ട് ഇങ്ങനെ നിൽക്കുന്നതാണ്. നമ്മുടെ മുത്തശ്ശിക്ക് ഇപ്പോൾ കിട്ടിയ സ്പെഷ്യൽ റൂമിൻ്റെ സൈഡിലായിട്ട് വേറെ കുഞ്ഞ് ബെഡുണ്ട്, ഒരു സോഫയും ഉണ്ട്. അപ്പോൾ നമ്മുടെ ജാക്ക് ആ ഒരു ബെഡിൽ കിടക്കുവാണ്. ജോക്കർ അപ്പോൾ അവിടുത്തെ സോഫയിൽ കിടക്കാൻ വരുന്നുണ്ട്. കിടക്കുന്നതിന് മുമ്പേ തന്നെ ഒരു കുഞ്ഞ് ഫേസ് ക്രീം അവിടെ നമ്മുടെ ജാക്ക് ജോക്കറിന് ഉപയോഗിക്കാനായിട്ട് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും കൂടി ഉപയോഗിച്ചിട്ട് കിടക്കാൻ പറയാണ്. അങ്ങനെ ജോക്കർ അത് ഉപയോഗിച്ചിട്ട് കിടക്കുന്നുണ്ട്. എന്നാൽ അവർ രണ്ടുപേരും തമ്മിൽ വലിയ സംസാരമൊന്നുമില്ല. അങ്ങനെ കിടക്കുന്ന ടൈമിന് ജോക്കറിന് എന്തോ സോഫയിൽ കിടക്കാൻ അൺകംഫർട്ടബിൾ ആണെന്ന് തോന്നിയിട്ട് നമ്മുടെ ജാക്ക് എന്ത് പറ്റി അവിടെ കിടക്കാൻ ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുവാണ്. ആ സമയം ജോക്കർ എന്ത് പറ്റി, നിനക്ക് ഇവിടെ കിടക്കണോ, റോസിൻ്റെ സാധനമായിട്ടാണ് നിനക്ക് ഈ സോഫയിൽ കിടക്കാൻ ഇത്ര ആഗ്രഹം, നിനക്ക് ഇവിടെ റോസിനെ തന്നെ വേണമെന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയം ജാക്ക് അയ്യോ റോസ് ഇവിടെ ഇല്ല, പിന്നെ നിന്നിപ്പോൾ റോസിനെ കുറിച്ച് സംസാരിക്കുന്നതെന്ന് വെച്ചപ്പോൾ ജോക്കറാണെങ്കിൽ എന്താ എനിക്ക് റോസിനെ പറ്റി സംസാരിക്കാൻ പാടില്ലെങ്കിൽ റോസിനെ പറ്റി പറഞ്ഞു നിനക്കെന്താ, റോസ് എന്നുള്ള വാക്ക് ഞാൻ പറഞ്ഞാൽ നിനക്കെന്താന്നൊക്കെ പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ഒരു സീൻ കാണുമ്പോൾ നമ്മുടെ ഭാര്യ ഭർത്താവിൻ്റെ അടുത്ത് കംപ്ലയിൻറ്റ് പറയും പോലെയാണ് ഇവ ഇങ്ങനെ റോസിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് നമ്മുടെ ജാക്കിനെ ദേഷ്യപ്പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ലാസ്റ്റ് സഹിയിട്ടിട്ട് നമ്മുടെ ജോക്കറിൻ്റെ ലഗേജ് എടുത്തുകൊണ്ട് കൊടുത്തിട്ട് നീ അങ്ങ് വീട്ടിൽ പോക്കും, മുത്തശ്ശീനെ ഞാൻ നോക്കിക്കോളാം ജാക്ക് പറയാണ്. ആ സമയം ജോക്കർ ഇത്രയും ദിവസം മുത്തശ്ശീനെ നോക്കാൻ നീ ഇവിടെ ഇല്ലായിരുന്നല്ലോ, ഞാനല്ലേ ഉണ്ടായിരുന്നത്, ഇപ്പം എല്ലാം കഴിഞ്ഞപ്പോൾ നീ തിരിച്ച് വന്നേക്കുവാണോ, അല്ലേ തന്നെ നിനക്ക് എന്താ പ്രശ്നം, ഇത്രയും ബുദ്ധിമുട്ട് എന്താ, നിനക്ക് കാര്യങ്ങൾ തുറന്നു പറയുകൂടെ എന്ന് വെച്ചുകൊണ്ട് ഇവർ തമ്മിൽ പ്രശ്നം സ്റ്റാർട്ട് ചെയ്യാണ്. കറക്റ്റ് മുത്തശ്ശി എഴുന്നേറ്റ് വന്നിട്ട് എന്താ പ്രശ്നം, എന്തിനാ ഇങ്ങനെ ബഹളം ഉണ്ടായിരുന്നു വെച്ചപ്പോൾ രണ്ടുപേരും ഒന്നുമില്ല എന്ന് പറയാണ്. ആ സമയം മുത്തശ്ശി എനിക്ക് ഉറക്കം പറ്റില്ല, നമുക്കൊരു ഗെയിം കളിക്കാം, നമുക്ക് ട്രൂത്ത് ഗെയിം കളിക്കാം, ആരോടെ കള്ളം പറയുന്നത് അയാളുടെ തോക്കും, അതുവരെ നിങ്ങൾ സത്യങ്ങൾ മാത്രം തുറന്നു പറയണമെന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി ആദ്യം ഞാൻ തന്നെ തുടങ്ങാം, എനിക്ക് ജാക്കിനെ മിസ് ചെയ്യുന്നുണ്ട്, ജാക്ക് ഇപ്പോൾ ഇവിടെ ഉള്ളതില്ല, ഞാൻ ഭയങ്കര ഹാപ്പിയാണെന്ന് പറയാണ്. അടുത്ത ജോക്കർ ഞാനാണെങ്കിൽ മുത്തശ്ശി റിക്കവറായി വന്നതിൽ ഭയങ്കര ഹാപ്പിയാണ്, അതുപോലെ തന്നെ ജാക്ക് എന്നോട് മര്യാദയ്ക്ക് സംസാരിക്കാതിരിക്കുന്നതും ഞാൻ അവൻ്റെ ഫ്രണ്ട് അല്ല എന്നുള്ള രീതിയിൽ പെരുമാറുന്നതും എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയുന്നുണ്ട്. അടുത്ത് ജാക്കിൻ്റെ അവസരം വന്നപ്പോൾ ജാക്കാണെങ്കിൽ ഞാനാണെങ്കിൽ എപ്പോഴും റോസിൻ്റെ കൂടെ നടക്കുന്നത് ബോസ് എന്നോട് അങ്ങനെ ചെയ്യാൻ പറഞ്ഞതുകൊണ്ടാണ്, പിന്നെ ബോസ് അല്ലേ മുത്തശ്ശിക്ക് വേണ്ടിയിട്ട് ഡോക്ടറിനോട് സമ്മതിച്ച് ഇന്ന് തന്നെ സർജറി നടത്തിയത്, അപ്പോൾ ബോസ് ഇത്രയും ചെയ്തു തരുമ്പോൾ ഞാൻ എങ്ങനെ അനുസരിക്കാതിരിക്കും എന്നൊക്കെ ഇവൻ പറയുന്നുണ്ട്. മുത്തശ്ശി വേണ്ടി നമ്മുടെ ജാഗ്രത തലക്കെട്ടൊരു അടി കൊടുത്തിട്ട് എടാ ബോസ് പറയുന്നതെല്ലാം ചെയ്യാമെന്ന് സമ്മതിക്കുന്നതിന് മുമ്പ് നിനക്കൊരു വാക്ക് ചോദിക്കുകയും പറയുകയും ചെയ്തുകൂടെ ഞങ്ങളോട്, പിന്നെ ഡോക്ടറിനോട് സമ്മതിച്ച് സർജറി ഇന്നാക്കിയത് ബോസൊന്നും അല്ല ജോക്കറാണ്, അവനാണ് ഡോക്ടറിനോട് സമ്മതിച്ച് ഇന്ന് തന്നെ സർജറി നടത്തിയത്, നീ എന്ത് കേട്ടിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്, നീ എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞില്ല എന്ന് എഴുതിയിട്ട് നിൻ്റെ കൂടെയുള്ളൊരു ഹാപ്പിയാണെന്നാണ് സമാധാനത്തിലാണ് ഇരിക്കുന്നതെന്ന് നീ വിചാരിക്കരുത്, എല്ലാവർക്കും ടെൻഷനുണ്ട്, പിന്നെ സോഫയിൽ കിടന്നുറങ്ങാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടിനും ഈ ബെഡിൽ കിടന്നുറങ്ങിക്കൂടെ, രണ്ട് പേർക്കുള്ള സ്ഥലമുണ്ടല്ലോ, കിടന്നുറങ്ങാൻ ഇത്ര ബുദ്ധിമുട്ടുണ്ടാകും, നിങ്ങൾ ഒരുമിച്ച് കിടന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ തമ്മിൽ ദേഷ്യം ഉണ്ടെന്നല്ലേ എന്ന് പറയാണ്. ആ സമയം രണ്ടുപേരും ഒരുമിച്ച് ഇല്ല ഞങ്ങൾ തമ്മിൽ ദേഷ്യമില്ല എന്ന് പറയാണ്. ആ സമയം മുത്തശ്ശി എങ്കിൽ പിന്നെ രണ്ടും കൂടെ മര്യാദയ്ക്ക് ബെഡിൽ കയറി കിടന്നുറങ്ങാൻ പറഞ്ഞിട്ട് മുത്തശ്ശിയുടെ ബെഡിലേക്ക് കിടന്നുറങ്ങാൻ പോവുകയാണ്. അങ്ങനെ അതിനുശേഷം ഇവർ രണ്ടുപേരും കൂടെ ബെഡിൽ കയറി കിടക്കുന്നുണ്ട്. ആ സമയം ജാക്കാണെങ്കിൽ ആക്ച്വലി ഞാനാണെങ്കിൽ നിൻ്റെ അടുത്ത് കാര്യങ്ങളൊന്നും പറയാതെ തന്നെ എല്ലാം സോൾവ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്, അതുകൊണ്ടാണ് ഞാൻ നിൻ്റെ അടുത്ത് ഒന്നും പറയാതിരുന്നത്, എന്നെങ്കിലും എല്ലാം സ്വന്തമായിട്ട് ചെയ്യുന്ന സമയത്ത് മൊത്തത്തിൽ കുളമായിക്കൊണ്ടേ ഇരുന്നെന്ന് പറയുന്നുണ്ട്. ആ സമയം ജോക്കറാണെങ്കിൽ നിനക്ക് എൻ്റെ അടുത്ത് വന്നുകൂടെയായിരുന്നോ, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യുമല്ലോ, ഞാൻ നിൻ്റെ ഫ്രണ്ട് അല്ലേ എന്ന് പറയാണ്. ആ സമയം ജാക്ക് നീ എൻ്റെ ഫ്രണ്ട് അല്ല എന്ന് പറയാണ്. ആ സമയം ജോക്കർ ഇപ്പോൾ ഞാൻ ആരും അല്ലാതായോ എന്ന് ചോദിച്ചപ്പോൾ നീ എൻ്റെ ഫാമിലിയാണെന്ന് പറയുന്നുണ്ട്. ആ സമയം ജാക്കാണെങ്കിൽ ഇങ്ങനെ പറയുന്നതിന് ജോക്കിൻ്റെ മനസ്സ് ചെറുതായിട്ടൊന്ന് അലിയുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് തന്നെ മതി സോപ്പിട്ടത്, ഞാൻ നിനക്ക് വേണ്ടിയിട്ടൊന്നുമല്ല, ഞാൻ മുത്തശ്ശിക്ക് വേണ്ടിയിട്ട് എല്ലാം ചെയ്തു കൊടുക്കുന്നതെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ഇവരുടെ ഹഗ് ചെയ്ത് കിടന്ന് ഉറങ്ങുവാണ്. അങ്ങനെ ഇതും കാണിച്ച് ഈ ഒരു എപ്പിസോഡിലൂടെ എൻ്റെ ആവുന്നുണ്ട്. ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ വരെ ബൈ.